ചെയ്യുക. സ്റ്റിഫ് നെറ്റ് ഒഴിവാക്കിയിട്ട് ബോണിങ് നെറ്റായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഫാബ്രിക് നമ്മൾ ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് അതിലൊന്നും ഇവിടെ സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല. പൊങ്ങി നിൽക്കുന്നത് കുട്ടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മൾ കോട്ടൺ ഫാബ്രിക്കും നമ്മൾ സ്റ്റിഫ് നെറ്റൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതായത് നമ്മൾ ബോൾ ഫ്രോക്കിൽ, നമ്മൾ നോർമൽ ഫ്രോക്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈനിങ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഓരോ ഫ്രോക്കിലും നമ്മൾ ഡിഫറെൻ്റ് ആയ രീതിയിലാണ് കൺകൺ ഫാബ്രിക്കും കോട്ടൺ ഫാബ്രിക്കൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതുണ്ടോ, നല്ലൊരു ഫ്ലവർ പോലെ ഇല്ലേ? നമ്മളിത് കോട്ടൺ ഫാബ്രിക്കും നമ്മൾ കൺകൺ ഫാബ്രിക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലായിട്ടുള്ള ഫ്രോക്കിലൊക്കെ ഇതുണ്ടോ, ഇതൊരു നോർമലായിട്ടുള്ള ഫ്രോക്കാണ്. നമ്മൾ ഒരുപാട് ലെയേഴ്സ് ഓഫ് നെറ്റ് ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫ്രോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസൈഡ് ഒരുപാട് ലൈനിങ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ലൈനിങ് ആയിട്ട് സാറ്റിൻ ഫാബ്രിക് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ കോട്ടൺ ഫാബ്രിക്കും അതിന് കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കൺകൺ ഫാബ്രിക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രോക്കിൻ്റെയൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഓരോ വീഡിയോസിലും പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മളെ ലൈനിങ് ഫാബ്രിക്കും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇതിൽ ഞാൻ മെയിനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നോർമലായിട്ടുള്ള ഫ്രോക്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് എങ്ങനെയാണ് കോട്ടൺ ഫാബ്രിക്കും സ്റ്റിഫ് നെറ്റും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാനിവിടെ കോട്ടൺ ഫാബ്രിക് എടുക്കുന്നുണ്ട്. കോട്ടൺ ഫാബ്രിക് നമ്മൾ ഇങ്ങനെ ഹോൾസെയിലായിട്ട് തന്നെ വാങ്ങുന്നതുകൊണ്ട് ഇതുപോലെയല്ല റോൾ ഉണ്ടാവുക. വാങ്ങുന്നവർക്ക് അറിയാമായിരിക്കും, അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലാണ് മടക്കിയിട്ടുണ്ടാവുക. അപ്പം എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതാണ് റോളായിട്ട്. ഇങ്ങനെ റോളായിട്ട് വെച്ച് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. മറ്റേത് എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല എവിടെ നിന്നാണ് ഇതിൽ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് എൻഡിങ് എന്ന്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കിന് 15.5 ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത്. ചില ഫാബ്രിക്കിൽ വേരിയേഷൻ ഉണ്ടാവുമായിരിക്കും നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിലൊക്കെ. അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം 2 പീസ് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും എടുക്കുമ്പം 1-2 ഇഞ്ച്, രണ്ടല്ല, ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ഫാബ്രിക്. കാരണം നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ നല്ല വീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ എടുക്കാറുള്ളത്. എക്സ്ട്രാ എപ്പോഴും ഫാബ്രിക്സ് എടുക്കാറുണ്ട്. ഇതിപ്പം നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ. അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 60 വിടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഒരു 50 വിടുത്ത് വരുന്ന രീതിയിലുള്ള ഫാബ്രിക്, കോട്ടൺ ഫാബ്രിക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്താൽ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ പഫ്നെസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ള ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക് 60 വിടുത്തുണ്ട്. അപ്പം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സ്റ്റിഫ് നെറ്റും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന കോട്ടൺ ഫാബ്രിക് ആയാലും സ്റ്റിഫ് നെറ്റ് ആയാലും ക്വാളിറ്റി കൂടിയത് തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു എഫക്റ്റീവായിട്ടുണ്ടാവും. നമ്മളിപ്പം ഒരു കുഴഞ്ഞ രീതിയിലുള്ള സ്റ്റിഫ് നെറ്റൊക്കെ എടുക്കുന്നെങ്കിൽ നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ 2-3-4 ലെയേഴ്സൊക്കെ ചെയ്യേണ്ടി വരും. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെ എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ വീതി, കോട്ടൺ ഫാബ്രിക്കിൻ്റെ വീതി വെച്ചിട്ടാണ് സ്റ്റിഫ് നെറ്റിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. നിങ്ങൾ ഫാബ്രിക് എടുക്കുമ്പം കോട്ടൺ ഫാബ്രിക്കിൻ്റെ ആ ഒരു വിടുത്ത് തന്നെ നമ്മൾ സ്റ്റിഫ് നെറ്റും കൂടെ കട്ട് ചെയ്യുക. പക്ഷേ ലെങ്ത്ത് എടുക്കുമ്പം അതിനേക്കാളും 2-3 ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത്ത് എടുത്താൽ മതി. ഞാനിവിടെ നമുക്ക് 2-3 ഫ്രോക്കിനൊക്കെ ഒന്നിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കോട്ടൺ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായത് 14 ഇഞ്ചായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ഫാബ്രിക് ഒരു 11 ഇഞ്ച് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇപ്പം കട്ട് ചെയ്തതിൽ 4 പീസ് ഉണ്ട്. അപ്പം 2 എണ്ണം നമ്മൾ വേറൊരു ഫ്രോക്കിനും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കൺഫ്യൂഷനൊന്നും വേണ്ട. ഇത് 1 ഇയർ ബേബീൻ്റെ ഫ്രോക്കിൻ്റെ ലൈനിങ് പോർഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ടാപ്പൊന്നും യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പാറ്റേൺ പോലെ തന്നെ ഇതിപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെഷറിങ് ടാപ്പൊന്നും യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ എടുക്കുന്നതിനേക്കാളും 2-3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. കാരണം അങ്ങനെ എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബോഡിയിലേക്ക് ഈ ഒരു ഫാബ്രിക് ടച്ച് ചെയ്യാതിരിക്കാനാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റിഫ് നെറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ എടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 2-3 ലെയേഴ്സൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോസിലൊക്കെ നമ്മൾ കോട്ടൺ ഫാബ്രിക്കും സ്റ്റിഫ് നെറ്റൊക്കെ ഫുള്ള് സർക്കിളിലൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിഫ് നെറ്റായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ 2-3 ലെയേഴ്സൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ. കോട്ടൺ നമ്മൾ ഇതുപോലെ 2 പീസും ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ
നമ്മളെ സ്റ്റിഫ് നെറ്റും ജോയിൻ ചെയ്യും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ 4 പീസും നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെ നമ്മളെ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ ഹൈഡായിട്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി കോട്ടൺ ഫാബ്രിക്കും സ്റ്റിഫ് നെറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഞാൻ ആ നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് ഉണ്ടാകും. കാരണം നമ്മൾ ചെറിയ വീതിയിൽ ഫോൾഡ് ചെയ്യുന്നതിനേക്കാളും നല്ല വീതിയിൽ തന്നെ ഫോൾഡ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ പഫയായിട്ട് കിട്ടും. നമുക്കിനി വേണമെങ്കിൽ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു തടിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ബോർഡർ പോലെ തന്നെ നിൽക്കും. അപ്പോൾ അത് നമ്മളെ ബോഡിയിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ കുറച്ചിങ്ങനെ വിടർന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്കിത് നമ്മൾ ആ ഒരു സ്റ്റിഫ് നെറ്റ് ആ മുകളിൽ വശത്തും കൂടെ നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇനിയിപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ഫാബ്രിക്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ പഫിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ ഫാബ്രിക് ആഡ് ചെയ്യാം, ഇതുപോലെ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ സൈഡൊക്കെ അടിച്ചിട്ട് ഇതുപോലെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് നമ്മൾ നോർമലായിട്ട് പ്ലീറ്റ്സ് ഇടുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഇടുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനേക്കാളും നല്ല ടിപ്സൊക്കെ യൂസ് ചെയ്യുന്ന ഇതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമുക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഞാനൊരു രീതിയിലാണ് ഇപ്പം കറൻറ്റ്ലി ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ നോർമൽ പ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കണക്കായിട്ട് തന്നെ ചെയ്യാം. ഇതുണ്ടോ, ഞാനിപ്പോൾ നമ്മൾ കോട്ടൺ ഫാബ്രിക് നമ്മൾ ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് അതിലൊന്നും ഇവിടെ സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേബീസിനൊന്നും ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല, പ്രത്യേകം പറയാം. കാരണം നമ്മൾ ഹാർഡായിട്ടുള്ള സ്റ്റിഫ് നെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ കോട്ടൺ ഫാബ്രിക്കിനേക്കാളും കുറച്ചിട്ട് 3 ഇഞ്ചസൊക്കെ കുറച്ചിട്ട് നമ്മൾ സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടില്ല. കാരണം നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്നും ഒരു ഫാബ്രിക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രീതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് വേസ്റ്റിലൊക്കെ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മൾ മക്കൾ ഒരു ടൈം ആ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നത് പിന്നെ അങ്ങനെയുള്ള ഡ്രസ്സേ ഇടില്ല നമ്മൾ ഈ സ്റ്റിഫ് നെറ്റൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻസ് ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോൾ ഫ്രോക്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കോട്ടൺ ഫാബ്രിക് സ്റ്റിഫ് നെറ്റൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഫ്രോക്കിൽ കണ്ടോ, നമ്മൾ കോട്ടൺ ഫാബ്രിക് പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റ് അത് 2 ലെയേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്തൊന്നും ഒരു സ്റ്റിച്ചസും നമ്മൾ ചെയ്തിട്ടില്ല. ഇത്രയും ലെയേഴ്സ് ഉണ്ടായിട്ടും നമ്മൾ ഇറിറ്റേഷൻസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് നമ്മൾ സ്റ്റിഫ് നെറ്റും കോട്ടൺ ഫാബ്രിക്കും ഇതുപോലെ ബോർഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 2-3 ഫ്രോക്കിനൊക്കെ നമ്മൾ കോട്ടൺ ഫാബ്രിക്കും സ്റ്റിഫ് നെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചിട്ട് 2-3 സെറ്റ് അങ്ങനെ ചെയ്ത് വെക്കും. പിന്നെ കാരണം നൂലൊക്കെ നമുക്കിങ്ങനെ മാറ്റി മാറ്റി സ്റ്റിച്ച് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു ലെയറും കൂടെ നമ്മൾ സ്റ്റിഫ് നെറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് ഇട്ടില്ലേ ആ ഒരു രീതിയിലാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ ആ കോട്ടൺ ഫാബ്രിക്കും സ്റ്റിഫ് നെറ്റും അതിൻ്റെ ആ ഒരു മുകളിലാണ് കേട്ടോ, സ്റ്റിഫ് നെറ്റിൻ്റെ മുകളിലേക്കാണ് പിന്നെയും നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത് ബോർഡർ പോലെ. അതിനുശേഷം നമ്മൾ സ്റ്റിഫ് നെറ്റിൻ്റെ സൈഡും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് പൈപ്പിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാബ്രിക്സ് നേരത്തെ എടുത്തതിനേക്കാളും ഇരട്ടി എടുക്കേണ്ടി വരും. നമ്മൾ ഏത് രീതിയിലാണോ ഫോൾഡ് ചെയ്യുന്നത്, ഏത് വിധത്തിലാണോ അതിനനുസരിച്ച് നമ്മൾ ഫാബ്രിക്സ് എക്സ്ട്രാ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിലാണ്, ബേസിൻ്റെ മുകളിലാണ് നമ്മളിനി എക്സ്ട്രാ ലെയേഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ലെയേഴ്സായിട്ട് നമ്മൾ ലെയർ ഫ്രോക്ക് ഉണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് ലെയേഴ്സായിട്ടൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര പഫി ആയിട്ട് വേണോ അത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഒരു ലെയറും കൂടെ നമ്മൾ കോട്ടൺ ഫാബ്രിക്കും കൂടെ ആഡ് ചെയ്യുക. കാരണം ഈ ഒരു വെയിറ്റ് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇന്നൊരു പൊങ്ങി നിൽക്കുന്നത് കുട്ടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താക്കാം, കുറച്ചും കൂടെ ഒരു ലെയറും കൂടെ കോട്ടൺ ഫാബ്രിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എക്സ്ട്രാ പഫിയായിട്ട് വേണ്ട സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 2 ലെയേഴ്സൊക്കെ ചെയ്താൽ തന്നെ മതിയാവും. നല്ലോണം നമ്മൾ ഫാബ്രിക്സ് ഇതുപോലെ പ്ലീറ്റ് ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് പൊങ്ങി നിൽക്കുന്ന ഫ്രോക്ക് കിട്ടും.
ഓരോ ഫ്രോക്കിലും നമ്മൾ ഡിഫറെൻ്റായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രോക്കിൻ്റെ ഒരു ഷേപ്പൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പോലെ കസ്റ്റമൈസേഷനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം കസ്റ്റമേഴ്സ് കോട്ടൺ ഫാബ്രിക് മതി എന്ന് പറയുമ്പോൾ കോട്ടൺ ഫാബ്രിക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ പഫായിട്ട് നിൽക്കണം സ്റ്റിഫ് നെറ്റ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബോണി നെറ്റൊക്കെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കറൻ്റ്ലി. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെ ആയിരിക്കും ചെയ്യുക. സ്റ്റിഫ് നെറ്റ് ഒഴിവാക്കിയിട്ട് ബോണിങ് നെറ്റായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ കോട്ടൺ ഫാബ്രിക്കും സ്റ്റിഫ് നെറ്റൊക്കെ ഫുൾ സർക്കിളിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏത് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോഴും ബോർഡർ ഇതുപോലെയാണ് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എല്ലാ ഫ്രോക്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് കുറച്ചും കൂടി നമുക്ക് ബോഡി ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്സായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.